വെൽക്കം ബാക്ക് ടു PSC യശോമേധം. അപ്പോൾ 2025 പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 6 നടന്ന ഫയർ വുമൻ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 167/25 ആണ്. അപ്പോൾ ഇതിൽ GK ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ വിഭജനം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? അപ്പോൾ ജോർജ് യൂൾ INC പ്രസിഡന്റ് ആയിട്ടുണ്ട്, ആനന്ദ മോഹൻ ബോസ് INC പ്രസിഡന്റ് ആയിരുന്നു, മഹാത്മാഗാന്ധി INC പ്രസിഡന്റ് ആയിട്ടുണ്ട്, നെല്ലിസൺ ഗുപ്തയും ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും INC പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവരാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതെല്ലാം? 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? പശ്ചിമോദയവും രാജ്യസമാചാരവുമാണ്. പശ്ചിമോദയം, രാജ്യസമാചാരം. ആൻസർ ഓപ്ഷൻ എ ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? ഓപ്ഷൻ ബി ആണ്, MR രാഘവ വാര്യർ ആണ്. MR രാഘവ വാര്യർ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഇതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ബിൽഹന വിക്രമാംഗദേവചരിതം, അതുല മൂഷകവംശ മഹാകാവ്യം. അപ്പോൾ 1ഉം 3ഉമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ, അതായത് അടുത്തടുത്ത് സ്ഥിതി ചെയ്താൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ മാത്രം. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. വിസ്തൃതി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുമ്പോൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. അത് ശരിയാണ്. ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. അതും ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. ശരിയാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ടല. അത് തെറ്റാണ്. കണ്ടല പോർട്ട് എവിടെയാണ്? പടിഞ്ഞാറൻ തീരത്താണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ശരിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അതും ശരിയാണ്. കിഴക്കൻ തീര സമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി കൂടുതലാണ്. അത് തെറ്റാണ്. വീതി കുറവാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. അത് ശരിയാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, റാബി, ഗോതമ്പ്, ബാർലി, സെയ്ദ്, തണ്ണിമത്തൻ, പച്ചക്കറികൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. 1C, 2A, 3B. ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. അത് ശരിയാണ്. 2023 സെപ്റ്റംബർ 2 PSLV-C 57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. അതും ശരിയാണ്.
സൂര്യൻ്റെ അടുത്തുള്ള L4 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ഗ്രീൻ ഡാർട്ടൺ. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ശരിയാണ്. രാസവളങ്ങളും കീടനാശിനികളും ശരിയാണ്. ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരമില്ലാതായി, അത് തെറ്റാണ്. ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഉണ്ടായി എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഓപ്ഷൻ ബി ആണ് ഡൽഹി. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെസ്ല ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് വൈദ്യുത കാർ നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏത്? 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആ പ്രസ്താവന തെറ്റാണ്. അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു. അതും തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. 4ാമത്തെ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. അത് ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ സി ആണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത. അപ്പോൾ അനുച്ഛേദം 20 ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്, നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്, ഒരു നിയമലംഘനത്തിന് 1-ൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. അപ്പോൾ നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത് എന്ന് അനുച്ഛേദം 20 ഉൾപ്പെടുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന 1ാമത്തെ പ്രസ്താവനയാണ്. ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നുള്ളത് തെറ്റാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത്. ഇപ്പോൾ തെറ്റായിട്ടുള്ളത് 1ാമത്തെ പ്രസ്താവനയാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി തീർത്തു. അത് ശരിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. അതും ശരിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി ഒരു ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള വസ്തുതകൾ 1 മാത്രമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണ്. അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണുള്ളത്. അത് തെറ്റാണ്. 11 മൗലിക കടമകളാണുള്ളത്. മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു. അത് തെറ്റാണ്. നിർദ്ദേശക തത്വങ്ങളിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 4ഉം മാത്രമാണ്. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്. ജൻ വിശ്വാസ് ബില്ലാണ്. ജൻ വിശ്വാസ് ബിൽ. അടുത്തത് ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏത്? 1. പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ്. തെറ്റാണ്. പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 2. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. അത് ശരിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. അതും ശരിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. ശരിയാണ്. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. ശരിയാണ്. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1. തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ശരിയാണ്. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു. അത് തെറ്റാണ്. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ്. ശരിയാണ്. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു. തെറ്റാണ്. അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര്? കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി ആണ്. കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി? ഓപ്ഷൻ ബി ആണ്. കൂട്ട് പദ്ധതിയാണ്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. IgM ആണ്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ആണ്. സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. ഒനോതെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒനോതെറ ലാമാർക്കിയാന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ്. മ്യൂട്ടേഷൻ സിദ്ധാന്തം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആയുഷ്മാൻ ഭാരത് PMJAY. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്നവയിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കൂടുതലാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചത് കണ്ടെത്തുക.
അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം 200 kWh ആണെങ്കിൽ ആകെ ഊർജത്തിന്റെ അളവ് ജൂളിൽ എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്. 72 × 10⁻⁷ ജൂൾ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? ഓപ്ഷൻ ബി ആണ് നിഹോൺ ഹിഡാൻക്യോ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം? ഓപ്ഷൻ സി ആണ് മൊളാരിറ്റി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ബോയിൽ നിയമം. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? ഓപ്ഷൻ എ ആണ് പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. ഗ്രാഫീൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ് ഗ്രാഫീൻ. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ ആണ് 1975 ഇംഗ്ലണ്ടിൽ. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ശരിയാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. അതും ശരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. ശരിയാണ്. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? കുറിച്യ കലാപം, വൈക്കം സത്യാഗ്രഹം, പഴശ്ശി കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇതിൽ ആദ്യം സംഭവിച്ചത് ഏതാണ്? പഴശ്ശി കലാപമാണ്. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ ആണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ 2025 നടന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം.